മണിപ്പൂരിൽ സർക്കാർ രൂപീകരിക്കാൻ ബിജെപിയുടെ നീക്കം. യുംനാം ഖേംചന്ദ് സിംഗിനെ നിയമസഭാ കക്ഷി നേതാവായി ബിജെപി തെരഞ്ഞെടുത്തു. കുക്കി വിഭാഗത്തിൽ നിന്നുള്ള വനിതാ ഉപമുഖ്യമന്ത്രി ആയേക്കും. രണ്ടാം ഉപമുഖ്യമന്ത്രി സ്ഥാനം നാഗാ പീപ്പിൾ ഫ്രണ്ടിന് നൽകും. ഒരു വർഷത്തെ രാഷ്ട്രപതി ഭരണത്തിന് പിന്നാലെയാണ് സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കം. തൗഫീഖ് അസ്ലം ചേരുന്നവരെ നൽകാനായി. തൗഫീഖ്, രാഷ്ട്രപതി ഭരണത്തിന്റെ കാലാവധി ഈ മാസം തീരാനിരിക്കുകയാണ് ബിജെപിയുടെ നീക്കം. മറ്റു വിശദാംശങ്ങൾ എന്താണ്? ജീന, മണിപ്പൂരിൽ പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കമാണ് ബിജെപിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയായിട്ട് ബിജെപി നേതാവ് യൂനം ഖേംചന്ദ് സിംഗ് ചുമതലയേൽക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ഒരു വർഷത്തെ രാഷ്ട്രപതി ഭരണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ സർക്കാർ രൂപീകരിക്കാനായിട്ട് ബിജെപി തയ്യാറെടുത്തിരിക്കുന്നത്. ഒപ്പം കുക്കി വിഭാഗത്തിൽ നിന്നുള്ള വനിതയെ ഉപമുഖ്യമന്ത്രിയാക്കും എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ കുക്കികളുടെ പ്രതിഷേധം മറികടക്കാൻ വേണ്ടിയാണ് കുക്കി വിഭാഗത്തിൽ നിന്നുള്ള ഒരു വനിതയെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി ഇപ്പോൾ ബിജെപി എത്തിയിരിക്കുന്നത്. യൂനം ഖേംചന്ദ് സിംഗ് മെയ്തി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഒപ്പം ഉപമുഖ്യമന്ത്രിയായി കുക്കി വിഭാഗത്തിൽ നിന്നുള്ള ഒരു വനിതയെ കൂടി തെരഞ്ഞെടുക്കാനായിട്ട് ഇപ്പോൾ ബിജെപി തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ രണ്ടാം ഉപമുഖ്യമന്ത്രി സ്ഥാനം നാഗാ പീപ്പിൾ ഫ്രണ്ടിന് നൽകാൻ കൂടി ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 13 മുതലാണ് രാഷ്ട്രപതി ഭരണം മണിപ്പൂരിൽ ഏർപ്പെടുത്തിയത്. അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. എത്രയും വേഗം അത് പിൻവലിച്ചുകൊണ്ട് അവിടെ പുതിയൊരു സർക്കാർ രൂപീകരിക്കാനായിട്ട്. എന്നാൽ അതിനായിട്ടുള്ള ഒരു സാഹചര്യം നിലവിൽ മണിപ്പൂരിൽ ഉണ്ടായിരുന്നില്ല. കാരണം കുക്കി വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. തങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു ഭരണ സംവിധാനം വേണം, ഒരു പ്രത്യേക അഡ്മിനിസ്ട്രേറ്റീവ് വേണം എന്നുള്ള നിലപാടിൽ കുക്കി വിഭാഗക്കാർ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതായിരുന്നു ഇത്തരമൊരു പ്രതിസന്ധിക്ക് കാരണമായത്. അത് മറികടക്കാൻ കൂടി വേണ്ടിയാണ് നിലവിൽ കുക്കി വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയെ ഉപമുഖ്യമന്ത്രിയാക്കാൻ കൂടി ഇപ്പോൾ ബിജെപി തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരുടെ പ്രതിഷേധത്തെ തൽക്കാലം അത് തണുപ്പിച്ച് സർക്കാർ രൂപീകരണത്തിലേക്ക് എളുപ്പം കടക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ബിജെപി ഇപ്പോൾ നിലവിലുള്ളത്. കുക്കികളുടെ ഭാഗത്തുനിന്ന് കൊണ്ടൊരു പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ നേരത്തെ തന്നെ അവരുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തി കാണുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.